എന്റെ മൂകാംബികമ്മേ, എന്റെ കുഞ്ഞിന് സ്വസ്ഥതയുള്ളൊരു ജീവിതം നൽകണേ ദേവി. എന്റെ ദേവി, അവിടുത്തെ മണ്ണിൽ വെച്ച് അംബികാമ്മയ്ക്ക് നഷ്ടപ്പെട്ടത് എന്തായാലും അത് ഈ പാവത്തിന് തിരികെ നൽകണേ അമ്മേ. കിഷൻ, എന്തൊക്കെയാ വിശേഷങ്ങൾ? അംബികാമ്മ ഇപ്പോഴും ദേവൂട്ടിയുടെ അടുത്ത് തന്നെയല്ലേ? അതെ വിദ്യാമ്മ, അംബികാമ്മ അവിടെ ദേവു ചേച്ചിയുടെ അടുത്തുള്ളതാ. എന്റെ ആകെ ഒരു ആശ്വാസം. ദേവൂട്ടിയെ വിളിക്കാറുണ്ടോ കിഷൻ? ഇന്നലെയും ഞാൻ സന്ദീപേട്ടന്റെ മുത്തശ്ശിയുടെ ഫോണില് ദേവു ചേച്ചിയെ വിളിച്ചിരുന്നു. ദേവൂട്ടി സുഖായിരിക്കുന്നില്ലേ അവിടെ? എന്ന് ചോദിച്ചാ ആ സന്ദീപേട്ടന്റെ അമ്മ ആകെ ഒരു പ്രശ്നക്കാരിയാ വിദ്യാമ്മ. ദേവു ചേച്ചിയെ സ്വർണ്ണമാല മോഷ്ടിച്ചെന്നും പറഞ്ഞ് പോലീസിൽ പിടിപ്പിക്കാനൊക്കെ അവർ ശ്രമിച്ചു. അംബികാമ്മ പറഞ്ഞപ്പോഴാ ഞാനതറിയുന്നത്. എന്നിട്ട് ദേവൂട്ടിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. വിദ്യാമ്മയുടെ പരിചയക്കാരനായ ഒരു ഡിവൈഎസ്പി തക്ക സമയത്ത് ദേവു ചേച്ചിയുടെ രക്ഷയ്ക്കെത്തി. അതുകൊണ്ട് ദേവു ചേച്ചി കേസിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷെ ആ സ്ത്രീ ഇനിയും ദേവു ചേച്ചിയെ ദ്രോഹിക്കുന്നുള്ള ഭയപ്പാടില്ല അംബികാമ്മ. വിവരം പറഞ്ഞു കേട്ടപ്പോ എനിക്കും അങ്ങനൊരു സംശയം ഇല്ലാണ്ടില്ല. നടന്നതൊന്നും സന്ദീപേട്ട അറിഞ്ഞിട്ടില്ല. ഞാനിതൊക്കെ ഒന്ന് വിളിച്ച് പറഞ്ഞാലോ എന്ന് ആലോചിച്ചതാ. പക്ഷേ സന്ദീപേട്ടന്റെ മുത്തശ്ശി ഒന്നും അറിയിക്കരുതെന്ന് പറഞ്ഞ് എന്നോട് റിക്വസ്റ്റ് ചെയ്തു. അത്രയും പ്രായമുള്ള ഒരാൾ പറയുന്നതല്ലേ, ധിക്കരിക്കാൻ തോന്നിയില്ല. സാരല്ല, കിഷൻ വിഷമിക്കണ്ട. ആരൊക്കെ എന്തൊക്കെ ദ്രോഹിക്കാൻ ശ്രമിച്ചാലും ദേവൂട്ടി അതിനെയൊക്കെ അതിജീവിച്ചോളും. പോരാത്തതിന് സന്ദീപിന്റെ സ്നേഹം ഉണ്ടല്ലോ അവൾക്ക് തണലായിട്ട്. ദേവു ചേച്ചിക്ക് വേണ്ടി കുങ്കുമാർച്ചന നടത്തണമെന്ന് അംബികാമ്മ പറഞ്ഞു. ഞാനതിന്റെ ചീട്ടെടുക്കാൻ വന്നതാ. ആണോ? എന്നിട്ട് രസീത് എഴുതിച്ചോ? ആ, വിദ്യാമ്മ കൂടി അടികയോടൊന്ന് പറഞ്ഞേക്കണേ. പിന്നെന്താ, ഞാൻ പറയാലോ. ദേവൂട്ടിയുടെ കാര്യം ഓർത്ത് കിഷൻ വിഷമിക്കണ്ട കേട്ടോ. എല്ലാത്തിനും ദേവി ഒരു പരിഹാരം കാണും. ശരി വിദ്യാമ്മ, എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ശരി. അഞ്ച് ദിവസങ്ങൾ. ഇനി 36 ദിവസമുണ്ട് ദേവൂട്ടി നമുക്കൊരുമിക്കാൻ. അമ്മ പറഞ്ഞതുപോലെ 41 ദിവസത്തെ വ്രതം പൂർത്തിയാക്കാൻ ഇനിയും നമ്മൾ എത്ര കാത്തിരിക്കേണ്ടി വരും? എനിക്കെന്റെ ക്ഷമ കിട്ടൂ കേട്ടോ. സർ, കോഫി. സാറേ, വന്നപ്പോ മുതലേ ചോദിക്കണമെന്ന് വിചാരിക്കുക. ഇതെന്താ ഈ രുദ്രാക്ഷത്തിന്റെ കുട്ടൻസ്? ഒഴിവ് സമയത്ത് സാർ എപ്പോഴും ഇതിന്റെ അടുത്ത് തന്നെ ഉണ്ടല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. ഇതെന്റെ ജീവിതമുണ്ടോ? ഈ രുദ്രാക്ഷമോ? സാറെന്താ സന്യസിക്കാൻ വല്ല ഉദ്ദേശമുണ്ടോ? ആ,
41 ദിവസത്തേക്ക് സന്യസിക്കാൻ വിധിക്കപ്പെട്ട ഒരു പാവം ഭർത്താവോടോ ഞാൻ. അതെന്താ സാർ കാര്യം? ഒരുപാടുണ്ടോടോ പറയാൻ. ഇനിയിപ്പോ അതൊന്നും പറയാൻ നിൽക്കുന്നില്ല ഞാൻ. സാർ കോഫി കുടിച്ചാട്ടെ, ഞാൻ അത്താഴത്തിന് എന്തെങ്കിലും ഉണ്ടാക്കാം. സാറിന് ചപ്പാത്തി മതിയല്ലോ. മതി. ആ